അരീക്കോട് പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസുമായുള്ള പ്രസിഡന്റ് സ്ഥാനത്തിലുള്ള ധാരണ ലംഘിച്ചതോടെ കോൺഗ്രസ് അംഗം നൌഷീർ കല്ലട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. ശനിയാഴ്ച രാവിലെയാണ് അദ്ദേഹം പാർട്ടി പ്രവർത്തകർക്കൊപ്പം പഞ്ചായത്തിലെത്തി സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയത്. കഴിഞ്ഞ 15 വർഷമായി അരീക്കോട് പഞ്ചായത്ത് ഭരണം UDFന്റെ കൈകളിലാണ്. എന്നാൽ ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയം പ്രസിഡന്റ് സ്ഥാനം 3 വർഷം മുസ്ലിം ലീഗിനും 2 വർഷം കോൺഗ്രസിനും എന്നായിരുന്നു ധാരണ. ഈ ധാരണ ലംഘിച്ചതോടെയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി കോൺഗ്രസ് അംഗം നൌഷീർ കല്ലട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. ഈ കഴിഞ്ഞ ഡിസംബറിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി 3 വർഷം പൂർത്തിയായി 1 മാസം കഴിഞ്ഞിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് TKT അബ്ദുൽ ഹാജി സ്ഥാനം രാജിവെക്കാതെ വന്നതോടെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നീക്കം. സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം മുസ്ലിം ലീഗ് സ്വമേധയാ സ്ഥാനം ഒഴിഞ്ഞു തരുമെന്നായിരുന്നു കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം കരുതിയിരുന്നത്. പിന്നീടത് നടക്കാതെ വന്നതോടെയാണ് UDF നേതാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചയും ആരംഭിച്ചത്. അതേസമയം മുസ്ലിം ലീഗ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള ധാരണ പ്രകാരം ഉടൻ തന്നെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുമെന്ന് അരീക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി ഉമ്മർ വേളേരി പറഞ്ഞു. നിലവിൽ 18 അംഗ ഭരണസമിതിയിൽ 8 പേർ CPM അംഗങ്ങളും 1 അംഗം കോൺഗ്രസും ബാക്കി 9 അംഗങ്ങൾ മുസ്ലിം ലീഗിന്റേതുമാണ്. എന്നാൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് അംഗങ്ങളായ സൈനബ പട്ടീരി, ഷിംജിത മുസ്തഫ എന്നീ മെമ്പർമാർ നിലവിൽ വിദേശത്താണുള്ളത്. വിദേശത്തുള്ള 2 മെമ്പർമാർ തിരിച്ചെത്തുന്ന അന്ന് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് TKT അബ്ദുൽ ഹാജി സ്ഥാനം രാജിവെക്കുമെന്നും അതിന് തിരഞ്ഞെടുപ്പ് നേരിടാൻ വിദേശത്തുള്ള മെമ്പർമാർ നാട്ടിലെത്തണമെന്നും അതിനാണ് ഇപ്പോൾ കാത്തിരിക്കുന്നതെന്നും അതിനു മുമ്പ് ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വം അംഗങ്ങളെ കാത്തിരിക്കാതെ രാജിവെക്കാൻ ആവശ്യപ്പെട്ടാൽ ഉടൻ തന്നെ TKT അബ്ദുൽ ഹാജി രാജിവെക്കുമെന്നും മുസ്ലിം ലീഗ് അരീക്കോട് പഞ്ചായത്ത് സെക്രട്ടറി ഉമ്മർ വേളേരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അരീക്കോട്. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.